എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോകൾ ഇട്ട് വീണ്ടും പ്രചോദനമായി നിങ്ങൾ കാണുകയും മുഴുവനായി കണ്ട് വിലയിരുത്തി കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ഒരിക്കൽ ഞാൻ എൻ്റെ സ്നേഹിതനെ സന്ദർശിക്കാനിടയായി. അദ്ദേഹം ഒരു CT സ്കാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പേരൊന്നും പരാമർശിക്കുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പം അദ്ദേഹത്തിന് പേഷ്യൻ്റ് തിരക്കുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ വിസിറ്റ് ചെയ്യാറുള്ളതാണ്. അന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായതിനാൽ എന്നോട് കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചേക്കും. അവൻ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ്റെ വർക്ക് ചെയ്യുന്ന റൂമിൽ എനിക്കൊരു ഇരിപ്പിടമൊക്കെ ഏർപ്പെടുത്തി തന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സ്കാനിങ്ങിനായിട്ടൊരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റ് തലയുടെ സ്കാൻ, അതായത് ബ്രെയിൻ സ്കാനാണ് ചെയ്യുന്നത്. അവനോട് ചോദിച്ചു, എന്താണ് ഈ രോഗിയുടെ അസുഖം, എന്തിനാണ് സ്കാൻ ചെയ്യാൻ വന്നത്? അപ്പോൾ അവൻ എന്നോട് അതിനെപ്പറ്റി വിശദീകരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾക്ക് ബ്രെയിനിൽ ചെറിയൊരു അസുഖം, തലവേദന മറ്റുമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അപസ്മാരം എന്നൊക്കെ പറയുന്ന പോലെ, അതായത് കൈകൾ കൊച്ചു പിടിക്കുക, തലകറക്കം, പിന്നെ വായിൽ നിന്ന് ഉരയുമ്പതി ആ സമയത്ത് വരും. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ആ മനുഷ്യൻ വളരെ കണ്ടിട്ടൊരു നല്ല ഭക്തനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭയങ്കര പ്രാർത്ഥനയും അകത്ത് കയറി വരുന്നു. ഈ എൻ്റെ സുഹൃത്തിൻ്റെ വളരെ ദയനീയമായി അവരുടെ അവസ്ഥകളൊക്കെ വിവരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ആ വന്ന വ്യക്തിയുടെ കൈകളിൽ എല്ലാം കഴുത്തിലും നല്ല നമ്മളെ ഈ ജപിച്ച ചരടുകളും മറ്റുമൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ ശ്രദ്ധിച്ചു. പിന്നീട് ആ സ്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവനോട് സ്കാൻ സ്റ്റാർട്ട് ചെയ്തു. അവനെന്തോ കണ്ട ഡോക്ടറിനായിട്ട് അത് റെഫർ ചെയ്ത് കൊടുക്കുകയും അത് പിന്നീട് ആ കാര്യം കഴിഞ്ഞു പോയി. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവനോട് ചോദിച്ചു, ആ പേഷ്യൻ്റ് സത്യത്തിൽ എന്തായിരുന്നു പറ്റി? അപ്പം അവൻ എന്നോട് അതൊരു വിധത്തിൽ ഫംഗസ് ബാധയാണ്. ഫംഗസ് ബാധ, അതിനെന്തോ ഒരു മെഡിക്കൽ ടൈംസ് അവൻ എന്നോട് പറഞ്ഞു. അത് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ആ ബാധ ഉണ്ടാകുമ്പോൾ ചില ശരീരത്തിൻ്റെ ചില പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സത്യത്തിൽ അയാൾക്കുണ്ടായിരുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത എന്നാന്ന് പറഞ്ഞാൽ, അതിനുശേഷം കുറേ കാലം അലട്ടിയൊരു ക്വസ്റ്റ്യൻ, അതായത് ഈ ശാസ്ത്രം ഒന്നുമില്ലാത്ത കാലത്ത് എത്രയോ മനുഷ്യർ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് ആശുപത്രി സൗകര്യങ്ങളൊന്നുമില്ല, പഴയ നമ്മുടെ വൈദ്യന്മാരൊക്കെ ചികിത്സിച്ചിട്ടിരുന്ന കാലഘട്ടം എൻ്റെ മനസ്സിലേക്ക് കടന്നു. ശാസ്ത്രം, ഈ വാചകങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വിശ്വാസം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ചരടും കെട്ടി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പാതിരിയുടെ അടുത്തോ മന്ത്രവാദിയുടെ അടുത്തോ ഒക്കെ പോയി ബാധ കൂടിയതാണെന്നോ ചികിത്സ കിട്ടാതെ അയാളുടെ ആ രീതിയിലൊക്കെ അയാൾ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടു പോയാണ്. പക്ഷെ ശാസ്ത്രീയമായ ഒരു വീക്ഷണത്തിലൂടെ നമ്മൾ നോക്കാൻ നേരത്ത് അദ്ദേഹത്തിന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ അത് സ്കാൻ ചെയ്യാൻ അയച്ചു. അപ്പം അവിടെ മെഷീനറിയാണ് അവിടെ മനുഷ്യൻ്റെ ജീവിതം രക്ഷിച്ചത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മിഷനറീസിൻ്റെ ഒക്കെ പ്രവർത്തനം പോലെ ഇതുപോലുള്ള വിശ്വാസങ്ങളൊക്കെ കെട്ടടങ്ങിപ്പോകും. അതല്ലേ സത്യം? എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ശാസ്ത്രം കൊണ്ട് മനുഷ്യന് പുരോഗതിയുള്ളൂ. ഒരിക്കലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളോ പഴയ മിത്തുകളോ ഇതിൻ്റെ പുറകെ പോയിട്ട് നമുക്ക് അതിൽ നിന്ന് നേടാനല്ല, പുതിയവ കണ്ടെത്തി നമ്മുടെ ജീവിത നിലവാരം ഒരു പീക്ക് ലെവലിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നന്നായ കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവർക്കും വിശ്വാസത്തെ എതിർത്ത് പറയും. ഒരിക്കലുമല്ല, വിശ്വസിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അന്ധവിശ്വാസം ആകരുതെന്നുള്ളൊരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഓർത്തി ആ പേഷ്യൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആ പേഷ്യൻ്റ് ഒരുപക്ഷെ ആ ചരടൊക്കെ കിട്ടി അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് നല്ലൊരു ചികിത്സയും കിട്ടില്ല. അയാൾ ചിലപ്പോൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപകടം മരണമോ എന്തെങ്കിലും ഉണ്ടാകാൻ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അയാളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും. അയാൾ സമയത്ത് ചികിത്സ നേടിയപ്പോഴും അതിനനുസരിച്ചും ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്തും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ആ മനുഷ്യൻ്റെ തലച്ചോറിലെ അസുഖം മാറി. ഇതൊക്കെ ചെറിയ അസുഖങ്ങളാണ്, എന്നാലും
അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട തന്നെ. നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മളുടെ അസുഖ സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇങ്ങനത്തെ അനാവശ്യ ചിന്താഗതികളൊക്കെ ഉണ്ട്. പത്രം കഴിക്കുമ്പോഴും അല്ലെ പത്രം തലക്കടി വെച്ച് കിടന്ന് ഉറങ്ങുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ചില രോഗസൗഖ്യങ്ങളും നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്. എന്നിരുന്നാലും അതിനൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി ഇനിയും ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും. എൻ്റെ ഈ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഞാൻ വളരെ കൃതാർത്ഥനാണ്.